الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على نبينا محمد وعلى آله وصحبه أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളായി ഭയഭക്തിയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ. അള്ളാഹു ഈ ദിവസത്തിന്റെ എല്ലാ പുണ്യവും നേടിയെടുക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യത്തിന്റെ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത്. സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യുന്ന അനുഗ്രഹീതമായ ദിനരാത്രങ്ങൾ. നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നു വെച്ചുകൊണ്ട് മനസ്സിന് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏറ്റവും അധികം ആശ്വാസമുണ്ടാകേണ്ട ദിനരാത്രങ്ങൾ. പലപ്പോഴും റമദാനിലെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് വല്ലാത്ത അസ്വസ്ഥതയുള്ള വാർത്തകൾ കേട്ടുകൊണ്ടാണ്. ഈ പരിശുദ്ധ റമദാനിന്റെ മുമ്പിലും അതിന്റെ റമദാനിന്റെ തുടക്കമുള്ള ദിവസങ്ങളിലുമൊക്കെ വല്ലാതെ ഭയപ്പെടുത്തുന്ന, ഏറെ പ്രയാസപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്തകൾക്ക്, ഈ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? നമുക്കറിയാം, വെഞ്ഞാറമ്മൂടിലെ ഏതാണ്ട് 23 വയസ്സുകാരൻ സ്വന്തം മാതാവിനെയും സഹോദരനെയും കുടുംബാദികളെയും ഒക്കെയും യാതൊരുവിധ ദാക്ഷിണ്യമില്ലാതെ അതിക്രൂരമായ കൊലയ്ക്ക് വിധേയമാക്കിയത് നമ്മൾ വായിക്കുകയുണ്ടായി. 15 വയസ്സുകാരാണ് തന്റെ സഹപാഠിയെ കൊന്ന് കൊല വിളിച്ചിട്ട്
അതിന് സോഷ്യൽ മീഡിയയിൽ ആർമാദിക്കുക, വളരെ അഭിമാനം കണ്ടെത്തുന്നത് നമ്മൾ വായിക്കുകയുണ്ടായി. ഇങ്ങനെ ദിനേന എന്നോണം വിവിധങ്ങളായ വേദനിപ്പിക്കുന്ന, കലുഷിതമാക്കുന്ന വാർത്തകൾ നമ്മളിങ്ങനെ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല കാരണങ്ങൾ ആളുകൾ പറയാറുണ്ട്. ഒന്ന്, ലഹരി വ്യാപകമാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വയലൻസ് ഉണ്ട്. പുതിയ യുവത കാണുന്ന സിനിമകളൊക്കെയും വയലൻസ് നിറഞ്ഞു നിൽക്കുന്ന സിനിമകളാണ്. നമ്മുടെ കുട്ടികൾ വളരെ ചെറുപ്പം മുതൽ തന്നെ കാണുന്ന ഗെയിമുകൾ നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലാൻ മടിയില്ലാത്ത ഗെയിമുകളാണ്. അതേപോലെ ക്രൂരതകൾ കാണുന്ന ഗെയിമുകളാണ് ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിക്കണമെങ്കിൽ, അതേപോലെ വാശി തീർക്കണമെങ്കിലൊക്കെ നമ്മുടെ കയ്യിലുള്ള മൊബൈലിലെ ഗെയിമുകൾ കാണിച്ചാൽ മാത്രമേ കുട്ടികൾ അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന ലക്ഷ്യത്തിലേക്ക്, എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. വേറൊരു ഭാഗത്ത് പലിശയുടെ അതിപ്രസരം, അത് പല തിന്മകൾക്കും കാരണമായി തീരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ സമൂഹത്തിൽ ഉണ്ടാകേണ്ട കരുണയും ദയയും വാത്സല്യവും സ്നേഹവും ഒക്കെ കുറഞ്ഞു വരികയും അവിടെയൊക്കെ അക്രമോത്സുകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ഇതിന് പരിഹാരമായി വിശ്വാസികളെങ്കിലും പരിശുദ്ധ ഖുർആനിലേക്കാണ് മടങ്ങേണ്ടത് എന്ന് പ്രചരിപ്പിക്കേണ്ട കാലഘട്ടമാണത്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനുമായി വരുന്ന സന്ദർഭത്തിൽ, ഖുർആൻ ഇറങ്ങിയ ആ സന്ദർഭത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഖുർആൻ ഇറങ്ങിയ കാലഘട്ടം, ആ കാലഘട്ടത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നത് ഫീ വലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ അകപ്പെട്ടു പോയ, എല്ലാ തിന്മകളും ആർജിച്ചെടുത്ത, എല്ലാ തിന്മകളും ചെയ്യുന്ന, ലോകത്തിലെ തന്നെ ഏറ്റവും നികൃഷ്ടരായ ഒരു ജനതയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ജനതയുടെ മുമ്പിലാണ് പരിശുദ്ധ ഖുർആന്റെ അവതരണം ഉണ്ടാകുന്നത്. നമ്മുടെ ചരിത്രം വായിച്ചിട്ടില്ലേ? ആ പ്രവാചകൻ പരിശുദ്ധ ഖുർആനുമായി ഇറങ്ങിയ സന്ദർഭത്തിൽ ആ ജനതയിൽ ഉണ്ടായിരുന്ന 3 വലിയ തിന്മകൾ ഉണ്ടായിരുന്നു. ലോകത്ത് ഏറ്റവും വലിയ അരാജകത്തിൽ ജീവിച്ചിരുന്ന ആ ജനത, ഇരുട്ടിലായിരുന്നു അവർ. 3 വലിയ തിന്മകളിൽ അവർ അകപ്പെട്ടു പോയിരുന്നു. പ്രധാനപ്പെട്ട 3 വലിയ തിന്മകൾ. ആ 3 തിന്മകളിൽ ഒന്ന് ഏത് കാര്യങ്ങൾക്കും യുദ്ധം മാത്രം ചെയ്തു വന്നിരുന്ന ഒരു ജനത. യുദ്ധമാണ് അവരുടെ പ്രധാനപ്പെട്ട ഹോബി. ചെറിയ കാര്യങ്ങൾക്ക് പോലും എത്ര മാസങ്ങളോളം യുദ്ധം ചെയ്യാൻ മടിയില്ലാത്തൊരു ജനത. എത്ര മാസം വേണമെങ്കിലും യുദ്ധം ചെയ്യുമായിരുന്നു. ചെറിയ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ യുദ്ധത്തിൽ മാത്രം ഒഴുകിയിരുന്ന ഒരു ജനതയുടെ മുമ്പിലാണ് ഖുർആന്റെ അവതരണം ഉണ്ടാകുന്നത്. രണ്ടാമതായി അവരുണ്ടായിരുന്ന ഏറ്റവും വലിയ തിന്മ മദ്യമായിരുന്നു. ലഹരിയുടെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ മദ്യത്തിൽ മുഴുകിയിരുന്ന ഒരു ജനത, ചെറിയ മദ്യപാനൊന്നുമല്ല, മദ്യത്തിൽ മുഴുകിയിരുന്ന ജനത. അവരിങ്ങനെ എഴുതി വെക്കുമായിരുന്നു, ഞങ്ങൾ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും മുന്തിരി വണ്ടിയുടെ ചുവട്ടിൽ ഞങ്ങൾ കുഴിച്ചു മൂടണമെന്ന്. എന്തിനാണത്? ആ വേരിൽ നിന്നും ഉണ്ടാകുന്ന ആ നീരുണ്ടല്ലോ, ആ നീരെങ്കിലും ഞങ്ങളുടെ എല്ലുകൾക്ക് രുചിക്കാൻ കഴിയുമല്ലോ എന്ന് എഴുതി വെച്ചിരുന്ന, മദ്യത്തിൽ മുഴുകിയിരുന്ന ഒരു ജനതയുടെ മുമ്പിൽ. മൂന്നാമതായി പെണ്ണായിരുന്നു അവരുടെ ഏറ്റവും വലിയ പരാജയം. വ്യഭിചാരം, യാതൊരു മടിയുമില്ലാതെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ജനത. എത്രയോ സ്ത്രീകളെ ഒരുമിച്ച് വിവാഹം കഴിച്ചിരുന്ന ജനത. ഇങ്ങനെ എല്ലാവിധ തിന്മകളിലും മുഴുകി ജീവിച്ചിരുന്ന ആ ജനതയുടെ മുമ്പിലാണ് പരിശുദ്ധ ഖുർആന്റെ അവതരണം ഉണ്ടായത്. ഖുർആൻ ഇത് വിശദീകരിച്ചു കൊടുത്തു. അല്ലാഹു പറഞ്ഞു, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലി ലഫീ ളലാലിൻ മുബീൻ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ജുമഅയിൽ അല്ലാഹു ഇത് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ആ നിന്ദരായ, നികൃഷ്ടരായ, എല്ലാവിധ തിന്മകളിലും മുഴുകി ജീവിച്ചിരുന്ന ആ ജനതയുടെ മുമ്പിൽ യത്ലു അലൈഹിം ആയാതിഹി, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവരെ ഓതിക്കേൽപ്പിച്ചു. വയുസക്കീഹിം, ആ ഖുർആൻ കൊണ്ട് അവരെ സംസ്കരിച്ചു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ആ ജനതയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, പരിശുദ്ധ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു.
വൽ ഹിക്മ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അവരെ പഠിപ്പിച്ചു കൊടുത്തു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബൽ ലഫീ ളലാലിൻ മുബീൻ. എത്രമാത്രം വഴികേടിലായിരുന്ന ജനതയായിരുന്നു അവർ. അവരെ അങ്ങനെ പരിശുദ്ധ ഖുർആൻ കൊണ്ട്, ഖുർആൻ ഓതി കേൾപ്പിച്ചുകൊണ്ട് ആ ജനതയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസ്കരിച്ചെടുത്തു. ആ ജനത ആരായിത്തീർന്നു? ലോകത്തിന് മുഴുവൻ ഏറ്റവും വലിയ മാതൃകകൾ സൃഷ്ടിച്ചെടുത്ത ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സമൂഹമായി ആ ജനതയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിവർത്തിപ്പിച്ചു. എത്രമാത്രം അറബികളിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിത്തീർന്നു. ആ ജനത ഏറ്റവും നല്ല സംസ്കരിക്കപ്പെട്ട ജനതയായി മാറി, പരിഷ്കരിക്കപ്പെട്ട ജനതയായി മാറി. ആ ജനതയിലേക്ക് ആളുകളുടെ ശ്രദ്ധയുണ്ടായി, ആ നാട്ടിലേക്ക് ആളുകളുടെ ഒഴുക്കുണ്ടായി. ആ നാട് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടു. വളരെ വഴികേടിലായിരുന്ന, തീർത്തും തിന്മയിൽ മുഴുകി ജീവിച്ചിരുന്ന ആ ജനത ലോകത്തിന് മുഴുവൻ ഏറ്റവും ഉത്കൃഷ്ടമായ ജനതയായി മാറിയത് ചരിത്രമാണ്. എങ്ങനെ മാറി? ഒറ്റ കാരണമേ ഉള്ളൂ. ആ മാറിയത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് മാത്രമായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ റമളാനെ കുറിച്ച് വിശദീകരിച്ച മധ്യേ അല്ലാഹു പറഞ്ഞല്ലോ, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു പരിശുദ്ധ ഖുർആനെ കുറിച്ച് 2-3 വാചകങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, അല്ലാഹു പറഞ്ഞത് ഇത് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള സന്മാർഗ ഗ്രന്ഥമാണ് എന്ന, നമുക്ക് നേർവഴി കാണിച്ചു തരുന്ന, ശരിയായ വഴിയിലേക്ക് നമ്മെ നയിക്കുന്ന അള്ളാഹുവിന്റെ വേദഗ്രന്ഥം. ഇതേപോലൊരു ഗ്രന്ഥം ലോകത്തില്ല തന്നെ. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് നേർവഴി കാണിക്കാൻ വേണ്ടി അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥം. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ആ പരിശുദ്ധ ഖുർആൻ വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യമെന്താണ്, അസത്യമെന്താണ്, സന്മാർഗം എന്താണ്, നിർമാർഗം എന്താണ് എന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചു തരുന്ന ഏക വേദഗ്രന്ഥവും പരിശുദ്ധ ഖുർആൻ തന്നെ മാത്രമേ ഉള്ളൂ. വേറെ ഏത് ഗ്രന്ഥമാണ് ഉള്ളത്? ഇത്രമാത്രം തിന്മകളെ കുറിച്ച് വിശദീകരിക്കുന്ന, നന്മകൾ ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുന്ന വേറെ ഏത് ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളത്? വേറൊരു ഗ്രന്ഥവുമില്ല. അള്ളാഹു പറഞ്ഞു വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അതുകൊണ്ട് ഈ വേദഗ്രന്ഥം യത്ലു, നിങ്ങൾ പാരായണം ചെയ്യുക. വയതദാറസുനഹു, ആ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ പഠനത്തിന് വിധേയമാകുക. അങ്ങനെ പരിശുദ്ധ ഖുർആൻ വായിക്കുകയും ഖുർആനൊക്കെ പഠിക്കുകയും ചെയ്ത ആളുകൾക്ക് പിന്നീട് വെളിച്ചം കിട്ടി. അങ്ങനെ ഒരുപാട് ആളുകൾ ഖുർആനിന്റെ ആയത്തുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഇസ്ലാമാകുന്ന മഹാപ്രകാശത്തിലേക്ക് കടന്നു വന്ന ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ സന്മാർഗത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ തിന്മകളിൽ നിന്നും രക്ഷപ്പെടാൻ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഉമ്മത്തെങ്കിലും രക്ഷപ്പെടണ്ടേ? നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ചെറുപ്പക്കാരെങ്കിലും ആ യുവത്വമെങ്കിലും ഒന്ന് ഈ അക്രമോത്സുകമായ പ്രവർത്തനങ്ങളിൽ മാറി നിന്നുകൊണ്ട് അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാരുണ്യത്തിന്റെ, ദയയുടെ, വാത്സല്യത്തിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ ആ മേഖലയിലേക്ക് ഇറങ്ങണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ അത് വായിക്കുകയും അത് പഠിക്കുകയും ചെയ്താൽ മാത്രമാണ് ഇത്തരത്തിൽ ആളുകളെ സംസ്കരിക്കാനും നന്നാക്കിയെടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ഖുർആന്റെ ചില തർബിയത്തുകളുണ്ട്. ഞാൻ അതാണ് വിശദീകരിക്കുന്നത്. ഖുർആന്റെ ചില തർബിയത്തുകൾ. ആ തർബിയത്തുകൾ എന്ന് പറഞ്ഞാൽ ആളുകളെ സംസ്കരിക്കാൻ വേണ്ടി, ആളുകൾ അകപ്പെടുന്ന തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. ചില നിർദ്ദേശങ്ങൾ. അതിലൊന്ന് അള്ളാഹു പറഞ്ഞു, ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലൈബൻ വലഹുവൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. അള്ളാഹു വിശദീകരിക്കുകയാണ്, ആളുകളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ ഈ ഐഹിക ജീവിതം, അവരെങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, ഈ ജീവിതം ഇന്നമൽ ഹയാത്തുദ് ദുനിയ ലൈബൻ വലഹുവൻ, അത് വിനോദങ്ങളാണ്, അത് കളികളാണ്. സമ്പത്തിലും സന്താനങ്ങളിലും പെരുമ നടിക്കലും അഹങ്കാരം നടിക്കലും ഒക്കെയുള്ള ഒരു കളിയുടെയും ചിരിയുടെയും ഒരു അടിച്ചുപൊളിയുടെ മുഴുസമയവും വിനോദങ്ങൾ ഏർപ്പെടുന്ന ഒരു ജീവിതമായിട്ടാണ് ആളുകൾ ഈ ഭൗതിക ജീവിതത്തെ കാണുന്നത്. അള്ളാഹു പറയാണ്, ഈ ഭൗതിക ജീവിതത്തെ ഒരു അടിച്ചുപൊളി ജീവിതം, നമ്മൾ ആ ജീവിക്കുന്ന കാലം അത്രയും അടിച്ചുപൊളിച്ച് അങ്ങനെ ജീവിക്കുക എന്നതാണ് ആളുകൾ ഈ ഭൗതിക ജീവിതത്തെ കാണുന്നത്. എന്നാൽ അതെന്താണ്? ഒരു കർഷകൻ ഒരു കൃഷി ചെയ്തു,
അവന്റെ ആ കൃഷി, അവൻ ചെയ്യുന്ന ആ കൃഷി ഇങ്ങനെ നല്ല വിളവെക്കുള്ളത് നന്നായി വിളഞ്ഞ് ഇങ്ങനെ നിറഞ്ഞ് അവനെങ്ങാനും കൊയ്തെടുക്കാൻ പാകമായ രീതിയിൽ അവന്റെ കൃഷി വളരെ ഭംഗിയോടുകൂടി ഇങ്ങനെ നിൽക്കുന്ന വേളയിലാണ് ഒരു മഴ പെയ്തു, ഒരു വല്ലാത്തൊരു മഴ. ആ മഴ പെയ്ത മുഖാന്തരം അവന്റെ കൃഷിയെല്ലാം നശിച്ചു പോയി. അത് ഉണങ്ങി വറ്റി വരണ്ടുപോയി, അതല്ലെങ്കിൽ ഒഴുകിപ്പോയി, ഒന്നുമല്ലാത്ത രീതിയിൽ, ഒരു പ്രയോജനം ചെയ്യാത്ത രീതിയിൽ. അങ്ങനെയുണ്ടല്ലോ ചില സന്ദർഭത്തിൽ ഉണ്ടാകുന്ന മഴ, കാറ്റ്, അതേപോലെ പേമാരികൾ, ഇതെല്ലാം കൊണ്ട് നമ്മളുടെ വരുമാനങ്ങൾ പെട്ടെന്ന് നിലച്ചു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിത്തീരും. അതേപോലെയാണ് ഈ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ. ഇതിങ്ങനെ അടിച്ചു പൊളിക്കാനുള്ളതല്ല, നേരെ മറിച്ച് ഇതിന്റെ അന്ത്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ ഖുർആൻ. അവിടെ ഖുർആന്റെ തർബിയത്ത് നമ്മുടെ ഈ ജീവിതത്തെ കാണേണ്ടത് എന്നും കൊന്നും ഇങ്ങനെ വിനോദവും ആനന്ദവും ആർഭാടവുമായിട്ടല്ല, നേരെ മറിച്ച് ഇതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമ്മിശ്രമായ തന്റെ ജീവിതത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത് എന്ന തർബിയത്താണ്, പാഠമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം. ഈ അടുത്ത് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയാ, ഈ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളെ ഇങ്ങനെ കേന്ദ്രീകരിച്ച് ലഹരി മാഫിയകൾ ഇങ്ങനെ വട്ടം ചുറ്റുന്നുണ്ടാകും. അപ്പൊ അവര് നോക്കുക എന്താണെന്നറിയോ, അവര് ഏറ്റവും നന്നായി വസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികൾ ആരാ? ഏറ്റവും നന്നായി വസ്ത്രം ധരിച്ചു വരുന്ന കുട്ടികൾ, അതേപോലെ നല്ല വില കൂടിയ ഷൂസ് ഒക്കെ ധരിച്ചു വരുന്ന കുട്ടികൾ ഉണ്ടാവൂലേ, അവരാണ് അവർ നോട്ടം ഇടുക. ആരുടെ കയ്യിലാണ് പൈസ ഉണ്ടാകുക, സമ്പത്ത് ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുക എന്ന് ചിന്തിക്കുകയാണ് അവർ. ആ കുട്ടികളെയാണ് ആദ്യമായി പിടികൂടുക. പരിശുദ്ധ ഖുർആൻ രണ്ട് സന്ദർഭങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട തർബിയത്ത് നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, യതീമായ കുട്ടികളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു ഒരു കാര്യം പറയുന്നുണ്ട്. ആ കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ സഹോദരൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി, അവന്റെ സമ്പത്ത് ഉണ്ടാകും, മക്കൾ ചെറുതായിരിക്കും. ആ സമ്പത്ത് ഒന്നോടുകൂടി ഒരുമിച്ച് ആ കുട്ടികളിലേക്ക് നമ്മൾ നൽകിയില്ലല്ലോ. ആ കുട്ടികൾക്ക് റുശ്ദെത്തണ്ടേ, അവർക്ക് പ്രായപൂർത്തി എത്തണം. അപ്പൊ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ കുട്ടികൾക്ക് സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കുക, യാതൊരു മടിയുമില്ലാതെ. ചില കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് നോക്കിയേ, ചില പിതാക്കന്മാർ വിദേശത്തായിരിക്കും. അപ്പൊ വിദേശത്തായ വാപ്പാന്മാരുടെ ആ കുടുംബങ്ങളിലെ +2 പഠിക്കുന്ന, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളൊക്കെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലബാറുകളിൽ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന അവരാണ്. പ്രായം +2 പഠിക്കുന്ന 17 വയസ്സ് പ്രായമുള്ളൂ. പക്ഷേ കുടുംബത്തിന്റെ സാമ്പത്തികമായ രംഗം കൈകാര്യം ചെയ്യുന്നത് ആ കുട്ടികളായിരിക്കും. ആ കുട്ടികൾ ആ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കും, അങ്ങനെ അവരിലേക്ക് ആ സമ്പത്ത് എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ ക്രയവിക്രയം ചെയ്യും? അവിടെ ഖുർആന്റെ ഒരു നിർദ്ദേശം, ഖുർആന്റെ ഒരു തർബിയത്ത്, ഖുർആന്റെ ഒരു പാഠം എന്ന് പറഞ്ഞാൽ, നമ്മള് പ്രായപൂർത്തിയായ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുകൾക്കാണ്, ആ കുട്ടികൾക്കാണ് നമ്മൾ സമ്പത്ത് നൽകേണ്ടത്. ഇവിടെ ചില ആളുകൾ അക്രമോത്സുകരായ ചെറുപ്പക്കാരെ കുറിച്ച് പഠിച്ചു നോക്കൂ. അവർ ഓരോ ദിവസവും ചിലവഴിക്കുന്ന സമ്പത്ത് എത്രയാ, അതിനുവേണ്ടി എത്ര പൈസയാണ് പലിശക്കെടുക്കുന്നത്. ഇങ്ങനെ ഹറാമായ മാർഗത്തിലേക്ക് പോകുകയും ആ സമ്പത്ത് അനാവശ്യമായി കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരിലേക്ക് അരാജകത്വങ്ങൾ ഇറങ്ങി വരികയാണ്. അപ്പൊ പണം കൈകാര്യം ചെയ്യുന്നിടത്ത് സൂക്ഷ്മത ഉണ്ടാകണം. അവർ റുശ്ദെത്തുമ്പോൾ മാത്രമാണ് നമ്മൾ അവരിലേക്ക് സമ്പത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഖുർആൻ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു തർബിയത്താണെന്ന് കാണാൻ സാധിക്കും. ഉപദേശങ്ങൾ കേൾക്കുന്നത് പുതിയ തലമുറക്ക് ഇഷ്ടമല്ലാതായി മാറിയിട്ടുണ്ട്. നിരന്തരമായി ഉപദേശിക്കുന്ന അധ്യാപകരെ കുറിച്ച് കുട്ടികൾ പറയുന്നത് തന്ത വൈബെന്ന ഒരു വാക്കോട് ഉപയോഗിക്കുന്നത്. അതായത് നിരന്തരമായി തന്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ ഉപദേശിക്കുന്ന അധ്യാപകർ, ആ അധ്യാപകരെ കുറിച്ച് പറയുന്ന വാക്കാണത്. ഉപദേശങ്ങൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരു ജനതയായി, ഒരു താല്പര്യമില്ല, എന്നെ ഉപദേശിക്കണ്ട എന്ന രീതിയിലേക്ക് പുതിയ തലമുറ മാറിയിട്ടുണ്ട്. നമ്മൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാൻ പഠിച്ചാൽ മതി. അവിടെ അള്ളാഹുവിന്റെ ഒരു തർബിയത്തുണ്ട്, അള്ളാഹു നൽകുന്ന വലിയൊരു തർബിയത്ത്. ആ തർബിയത്തിൽ ഒരു നല്ല പിതാവ് തന്റെ മകനെ നേർവഴിയിലേക്ക് എത്തിക്കുകയാണ്. അതിന് ആ മകനെ ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ആ പിതാവ്. സൂറത്തുൽ ലുഖ്മാൻ എന്ന് വായിച്ചു നോക്കണം. ഏതാണ്ട് 10ഓളം ഉപദേശങ്ങൾ മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്നുണ്ട്. ആ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, ആ മകനെ തന്നോടൊപ്പം നിർത്തിക്കൊണ്ട്, അവന് വെറുപ്പുളവാക്കാത്ത രീതിയിൽ തന്റെ പൊന്നു മകനെ എന്ന് വിളിച്ചുകൊണ്ട്
എത്ര സുന്ദരമായിട്ടാണ് ആ മകന് ആ പിതാവ് നല്ല ഉപദേശങ്ങൾ നൽകുന്നത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശങ്ങളിൽ ഒരു ഉപദേശമാണ് യാ ബുനയ്യ, കുഞ്ഞുമകനെ, ഹിന്ദകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, നീ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ. അദ്ദേഹം മകനോട് പറഞ്ഞത്രേ, നീ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ അള്ളാഹു കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ചെയ്യാവൂ. അതുകൊണ്ട് കുഞ്ഞുമകനെ, നീ ആകാശത്തിലോ ഭൂമിയിലോ പാറക്കുഴിലോ ഏത് കെട്ടിടത്തിന്റെ ഉള്ളിലോ എവിടെയായിരുന്നാലും ശരി, മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹ അല്ലാഹ്, തീർച്ചയായും അല്ലാഹു അത് കൊണ്ടുവരുമട്ടോ. അതുകൊണ്ട് നിന്റെ ഏത് പ്രവർത്തനങ്ങൾ നീ എവിടെ വെച്ച് ചെയ്താലും, ഏത് ഗുഹക്കുള്ളിൽ, ഏത് പാറക്കെട്ടുകൾക്കുള്ളിൽ, ഏത് കൊട്ടാരങ്ങൾക്കുള്ളിൽ വെച്ചായിരുന്നാലും അല്ലാഹു അത് കാണുമല്ലോ എന്ന് തന്റെ മകനെ വളരെ ഭംഗിയോടുകൂടി വളരെ ശാന്തമായി ആ മകനെ ഉപദേശിക്കുന്നത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ഖുർആൻ മക്കളോട് എങ്ങനെ രക്ഷിതാക്കൾ പെരുമാറണം, അവരെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ വിശദീകരണമാണ് അള്ളാഹു ഇതിലൂടെ നമുക്ക് നൽകുന്നത്. പലപ്പോഴും മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ രക്ഷിതാക്കൾ ന്യായീകരിക്കലാണ് പതിവ്, അല്ലെ? നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് അങ്ങനെയാണ്. നമ്മൾ എന്ത് ചെയ്താലും ആ മകൻ, നമ്മുടെ മകനോ മകളോ എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്കാണ് രക്ഷിതാക്കൾ വന്നിട്ടുള്ളത്. നമ്മൾ ഒട്ടും പുറകിലില്ല അതൊന്നും. പണ്ട് ബാങ്ക് കവർച്ച നടത്തി വന്ന മകനെ പോലീസിന് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ഹിന്ദു രക്ഷിതാക്കളെ കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരാ തന്റെ തൊണ്ടിമുടൽ, ആ മകൻ മോഷ്ടിച്ച സമ്പത്തടക്കാണ് പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്തത്. ഇപ്പൊ മകനെ ന്യായീകരിക്കുന്ന അവസ്ഥയിലേക്ക് അതിന് നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയ പ്രമുഖരുണ്ട്. തന്റെ മകൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, അതിൽ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നത് ഈ സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കും. അപ്പൊ അതുകൊണ്ട് ന്യായീകരണമല്ല വേണ്ടത് അവിടെ. ആ നേരെ മറിച്ച് തന്റെ മകൻ അകപ്പെട്ടു പോയ തിന്മയിൽ നിന്ന് അവനെ മോചിപ്പിച്ചെടുക്കാൻ രക്ഷിതാക്കൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവനെ ന്യായീകരിച്ച് വീണ്ടും അവന്റെ ആ തെറ്റിലേക്ക് വഴി നടത്തുകയല്ല രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തം. ഒരു പ്രശസ്തനായ ഈജിപ്ഷ്യൻ കഥാകാരൻ, അദ്ദേഹം തന്റെ കഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു കഥ എഴുതുക. ആ കഥയിൽ അദ്ദേഹം ഒരു കള്ളനെ കുറിച്ച് പറയാ. അപ്പൊ കള്ളൻ വിചാരണയ്ക്ക് വിധേയമായ സന്ദർഭത്തിൽ തന്നെ വിചാരണ ചെയ്യുന്ന ജഡ്ജിയോട് കള്ളന്റെ വിശദീകരണം, ഞാനിങ്ങനെ ഇത്രമാത്രം ഈ തെറ്റിലേക്കൊക്കെ അകപ്പെട്ടു പോയതിൽ പ്രധാനപ്പെട്ട പങ്ക് എന്റെ രക്ഷിതാക്കൾക്കാണ്. ഞാൻ ചെറിയ ചെറിയ മോഷണമൊക്കെ നടത്തി വീട്ടിലേക്ക് വരുമ്പോ അതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നുണ്ട്. എന്റെ അധ്യാപകർ ഇതിൽ പങ്കുകാരാണ്, എന്നെ നേർവഴിയിലേക്ക് നടത്താൻ അവർ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ കുറെ ആളുകളെ കുറിച്ച്, സമൂഹത്തിലെ പലരെയും കുറിച്ച് പറയാറുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും സമൂഹത്തിലെ തിന്മകൾക്കൊക്കെ കാരണമാകുന്നുണ്ട്. പണ്ടത്തെ കാരണവന്മാരെന്ന് പറഞ്ഞാല് സമൂഹത്തിൽ എന്തെങ്കിലും കണ്ടാല് അതിനൊക്കെ വിരൽ ചൂണ്ടി എതിർക്കുന്നവരായിരുന്നു. ഇത് നേരെ തിരിച്ചാണ്. നമ്മള് എന്ത് കണ്ടാലും, സമൂഹത്തിൽ എന്ത് കണ്ടാലും നമുക്കെന്താണ് എന്ന വിചാരത്തിലേക്ക് തിരിക്കുന്നു. അല്ലാഹു റസൂൽ പറഞ്ഞു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. ഇതൊരു പാഠമാണ്. മഹാനായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കുടുംബത്തിലെങ്കിലും പാലിക്കേണ്ട ഒരു നിയമത്തെ കുറിച്ച് പറഞ്ഞു. മൻ റആ മിൻകും മുൻകറൻ, നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, അവരുടെ കൈകൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടയണം നമ്മള്. അതിനാണ് സമൂഹത്തിന് നല്ല നല്ല ആളുകൾ ഉണ്ടാകണം. ഇപ്പൊ നമ്മുടെ പ്രദേശത്ത് ലഹരി മാഫിയ ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാൻ, തടയാൻ വേണ്ടിയുള്ള ഒരു വിങ്ങുണ്ടാകണം, ഒരു ഗ്യാങ് ഉണ്ടാകണം, ഒരു ധാർമ്മികതയുള്ള ആളുകൾ ഉണ്ടാകണം. ഇത്തരം തിന്മകൾ നമ്മുടെ നാട്ടിൽ വ്യാപിക്കാൻ പാടില്ല. നിങ്ങൾ തിന്മ കണ്ടാല് കൈകൊണ്ട് തടയാൻ പറ്റുന്നിടത്ത് കൈകൊണ്ട് തടയണത്. അതുകൊണ്ട് കൈകൊണ്ട് തടയാൻ പറ്റിയില്ല, അവന്റെ നാവ് കൊണ്ടെങ്കിലും തടയണ്ടേ. ഇങ്ങനെ എന്ത് കണ്ടാലും ഒരു കുഴപ്പമില്ല, എനിക്കെന്താണ് എന്ന വിചാരത്തിലേക്ക് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് മാറ്റം വരേണ്ടതുണ്ട്. നമ്മുടെ സമൂഹത്തിൽ തിന്മകൾ വ്യാപിക്കുമ്പോൾ തടയാൻ പറ്റുന്ന രീതിയിൽ അതിന് കൃത്യമായ വർക്കുകൾ ആ സമൂഹം ചെയ്യണം, പ്രവർത്തനങ്ങൾ ചെയ്യണം.
അങ്ങനെ അതിനു വേണ്ടിയുള്ള ആളുകൾ ഉണ്ടാകണം. അതുകൊണ്ട് തിന്മയെ വിവാദനം ചെയ്യേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് മഹാനായ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. വേറൊരു കാര്യമുള്ളത്, നമ്മുടെ പ്രദേശത്തെ, നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളിൽ ഒരുപാട് പഴുതുകളാണ് അല്ലെ. ലഹരി മാഫിയക്കൊക്കെ എന്താ സുഖം! അവർക്ക് എത്ര MDMA വിറ്റാലും എത്ര വിൽപ്പന നടത്തിയാലും ആരെയൊക്കെ തിന്മയിലേക്ക് കൊണ്ടുപോയാലും ശരി, എത്ര എളുപ്പമാണ് അവർക്ക് ജാമ്യം ലഭിക്കുന്നത്. അപ്പൊ വലിയ തിന്മകൾ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഊരിപ്പോരാൻ ഒരുപാട് പഴുതുകളുള്ള നിയമമായി നമ്മുടെ നിയമം മാറിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ സെമിനാർ, ഇവിടെ സെമിനാർ നടത്തിയിട്ട് കാര്യമില്ല. നിലവറിച്ച് നിയമങ്ങൾ കർക്കശമാക്കണം നിയമങ്ങൾ. അവിടെയാണ് ഇസ്ലാമിക നിയമങ്ങളുടെ പ്രസക്തി ഉള്ളത്. ഇസ്ലാമിക നിയമങ്ങൾ അങ്ങനെയാണ്. മഹാനായ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, എന്റെ മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിൽ പോലും അവളുടെ കൈ ഞാൻ മുറിച്ചു കളയുമെന്ന്. അവിടെ നിയമത്തിന് പഴുതുകളില്ല. ആരുടെ മകളാണ്, ആരുടെ മകനാണ് എന്ന് ചിന്തയില്ല. തെറ്റ് ആരാണോ ചെയ്തത് അവർ ആ തെറ്റിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകണമെന്ന നിയമമാണ് ഇസ്ലാമിക നിയമത്തിലുള്ളത്. അത് നമ്മുടെ സ്വന്തം മകനായാലും മകളായാലും ശരി. അതാണ് നേരത്തെ പറഞ്ഞത്, തെറ്റുകളെ ന്യായീകരിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്ന്. ഇങ്ങനെ ഇസ്ലാമികമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ കർശനമായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത്തരം തിന്മകളെ നമുക്ക് വിഭാവനം ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് ഇസ്ലാമിൻ്റെതായ പരിശുദ്ധ ഖുർആനിന്റെ തർബിയത്തിന്റെ പാഠങ്ങളുണ്ട്. ഓരോ കാര്യങ്ങൾക്കും, ഓരോ തിന്മയും ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹു കൃത്യമായ നിയമങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്, കൃത്യമായ പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ വളരെ കൃത്യമായി തന്നെ ഓരോ തിന്മകളെ കുറിച്ചും നന്മകളെ കുറിച്ചും വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ഖുർആനിന്റെ പാഠങ്ങൾ, ആ ഖുർആനിന്റെ ആയത്തുകൾ അത് കേൾക്കാനോ അത് വായിക്കാനോ അത് പഠിക്കാനോ നമ്മൾ സമയം കണ്ടെത്താത്തത് കൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ വിലക്കിയ തിന്മകളൊക്കെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല ആരാധനാ കർമ്മങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല. വലിയ തിന്മകൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് അവൻ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവനാണെന്നാ. നമസ്കരിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ, ഇത് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലാകണ്ടേ. അതുകൊണ്ട് കർമ്മങ്ങൾ വളരെ കൃത്യമായി നിർവഹിക്കുകയും ഈ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായ പരിശുദ്ധ ഖുർആനിന്റെ അവതരണം നിലയ്ക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ നന്നാക്കി തീർക്കുകയും ഖുർആൻ പാരായണവും പഠനവും ശക്തമാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാവിധ നന്മകളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് റമദാനെ ശരിയായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.